നമസ്കാരം. താമരശ്ശേരി സംഘർഷത്തിൽ വിദ്യാർത്ഥികളുടെ ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പിലെ ശബ്ദ സന്ദേശം പുറത്തു വരുമ്പോൾ നിറയുന്നതത്രയും പ്രതികാരം തന്നെയാണ്. ഷഹബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കുമെന്നാണ് പുറത്തു വന്ന ശബ്ദ സന്ദേശത്തിലുള്ളത്. ഷഹബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലും, അവന്റെ കണ്ണ് നീയൊന്ന് പോയി നോക്ക്, കണ്ണൊന്നുമില്ല എന്നാണ് ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. കൂട്ടത്തലിൽ ഒരുത്തൽ മരിച്ചാലും ഒരു വിഷയവുമില്ല, പോലീസ് കേസെടുക്കില്ല എന്നാണ് മറ്റൊരു വിദ്യാർത്ഥി പറയുന്നത്. കേസുണ്ടാവില്ല, കേസ് തള്ളിപ്പോകുമെന്ന് വിദ്യാർത്ഥികൾ പരസ്പരം പറയുകയാണ്. വിദ്യാർത്ഥികൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയ സംഭവത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ മുഹമ്മദ് ഷഹബാസ് മരിക്കുകയാണ്. ഇന്നലെ പുലർച്ചെയോടെയാണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു മരണം. വട്ടോളി MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. ഫെയർവെൽ പരിപാടിയെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. സംഘർഷത്തിന് ശേഷം അക്രമി സംഘത്തിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെ ശബ്ദ സന്ദേശം അടങ്ങുന്ന ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പ് ചാറ്റാണ് പുറത്തു വന്നത്. അതിനിടയിൽ ഷഹബാസിനെ മർദ്ദിച്ചു കൊന്ന സംഭവത്തിൽ പ്രതികളായ കുട്ടികൾക്കെതിരെ പോലീസ് FIR ഇടില്ല, പകരം SBR ആണ് രേഖപ്പെടുത്തുക. പ്രായപൂർത്തിയാവാത്ത കുട്ടികൾക്ക് FIR ഉണ്ടാകില്ല, പകരം SBR അതായത് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് ആണ് രജിസ്റ്റർ ചെയ്യുക. കുട്ടികളെ വെള്ളിമാട് കുന്ന് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് JJB-യിലേക്ക് ജഡ്ജിംഗ് കമ്മിറ്റിയുടെ മുന്നിലേക്ക് ഹാജരാക്കുമെന്ന്. 3 അംഗ ജഡ്ജിംഗ് കമ്മിറ്റിയാണ് കുട്ടികളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുക. തുടർന്ന് വെള്ളിമാട് കുന്ന് ജുവനൈൽ ഹോമിൽ താമസിപ്പിക്കും. പൊതുപരീക്ഷ എഴുതേണ്ട കുട്ടികളാണെങ്കിൽ അവർക്ക് സ്കൂളിൽ പ്രത്യേക സെൽ സപ്പോർട്ടിംഗ് സ്റ്റാഫിനെ വെച്ച് എഴുതിപ്പിക്കും. ക്ലാസ് പരീക്ഷകളോ സ്കൂൾ പരീക്ഷകളോ ആണെങ്കിൽ 7 അംഗ ബോർഡിന്റെ നിരീക്ഷണ മുറിയിൽ ഇരുത്തിയാണ് എഴുതിപ്പിക്കുക. എന്നാൽ SSLC പൊതുപരീക്ഷയായതുകൊണ്ട് ഇവരെ സ്കൂളിലേക്ക് കൊണ്ടുവന്നായിരിക്കും പരീക്ഷ എഴുതിപ്പിക്കുക. 90 ദിവസത്തിനുള്ളിൽ പോലീസ് കുറ്റപത്രം സമർപ്പിക്കണം. അതുവരെ കുട്ടികളെ വെള്ളിമാട് കുന്ന് തന്നെയായിരിക്കും പാർപ്പിക്കുക. കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുൻപ് തന്നെ ഇവർക്ക് പുറത്തിറങ്ങാനും സാധിച്ചേക്കും. പരീക്ഷ എഴുതിക്കുന്ന കാര്യത്തിലും ബോർഡായിരിക്കും തീരുമാനം പറയുന്നത്. നിലവിലെ സാഹചര്യത്തിൽ പരീക്ഷ എഴുതാൻ അനുവദിച്ചേക്കും. കുട്ടികളാണ് കൊലപാതകം ചെയ്തതെന്ന് തെളിഞ്ഞാൽ മാത്രമേ എറണാകുളത്തെ കുട്ടികളുടെ ജയിലിലേക്ക് മാറ്റൂ. വിചാരണയ്ക്ക് ശേഷമായിരിക്കും അക്കാര്യത്തിൽ വ്യക്തത വരിക. ഇത്തരം കേസുകളുടെ വിചാരണ സാധാരണ നീണ്ടുപോകാറാണ് പതിവ്. അതിനാൽ വെള്ളിമാട് കുന്നിലെ ജുവനൈൽ ഹോമിലെ കുറച്ചു നാളത്തെ താമസത്തിനു ശേഷം ഇവർക്ക് സ്വതന്ത്രമായി തിരിച്ചെത്താൻ സാധിക്കുമെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഷഹബാസിനെ ആക്രമിച്ചത് ആസൂത്രിതമായിട്ടാണ് എന്നതിനുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നതും. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ആക്രമണത്തിന് ആഹ്വാനം നൽകിയത്. ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിൽ വിദ്യാർത്ഥികൾ അയച്ച ഓഡിയോ സന്ദേശമാണ് പുറത്തു വന്നത്. ഇളയറ്റിൽ വട്ടോളി ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടികളുടെ ഗ്രൂപ്പിലായിരുന്നു സന്ദേശം. തിരിച്ചടിക്കാനായി എല്ലാവരും ട്യൂഷൻ സെന്ററിന് സമീപം എത്താനായിരുന്നു ആഹ്വാനം. ഷഹബാസിനെ ആക്രമിച്ചത് ആയുധം ഉപയോഗിച്ചാണെന്ന് ഉമ്മ KP റംസീനയും പറയുന്നു. മുതിർന്നവരും സംഘത്തിലുണ്ടായിരുന്നു. ഷഹബാസിന്റെ സുഹൃത്തുക്കളാണ് ഇക്കാര്യം പറഞ്ഞത്. ഷഹബാസിനെ മർദ്ദിച്ച കുട്ടി ക്ഷമാപണം നടത്തി സന്ദേശം അയച്ചിട്ടുണ്ട്. ഇനിയൊരു ഉമ്മയ്ക്കും ഈ ഒരു അവസ്ഥയുണ്ടാകരുതെന്നും കർശന നടപടി ഉണ്ടാകണമെന്നുമാണ് ഷഹബാസിന്റെ ഉമ്മ പറഞ്ഞത്. ഷഹബാസിന്റെ ഫോണിലേക്കാണ് ആക്രമിച്ച കുട്ടിയുടെ ക്ഷമാപണ സന്ദേശം അയച്ചത്. സംഭവിച്ചതിൽ പൊരുത്തപ്പെടണമെന്നാണ് ശബ്ദ സന്ദേശം. ആക്രമണത്തിന് ശേഷം നടന്ന ചാറ്റുകളാണ് പുറത്തു വന്നത്. നന്ദി.